തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 75938 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. തിരുവേഗപ്പുറ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. തിരുവേഗപ്പുറയിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രവർത്തികൾ വിലയിരുത്തി. ജനുവരി 1 അർദ്ധരാത്രി മുതലാണ് തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടത്. പാലത്തിന്റെ മുകളിലെ വിള്ളൽ ഉൾപ്പെടെയുള്ള തകർച്ച പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. നിലവിൽ പാലത്തിന് മുകളിലെ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി. ഇത് സെറ്റാവാനുള്ള കാലതാമസമാണ് ഇനി വേണ്ടത്. അടുത്ത 1 മാസത്തിനകം തന്നെ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം. പാലത്തിന് മുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. സമയബന്ധിതമായി തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല പറഞ്ഞു. നമുക്ക് ജനുവരി 2 പാലം അടച്ചിട്ടത്. അന്ന് നമ്മളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് 1 മാസക്കാലം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ പണി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇന്നത്തോടു കൂടി കോൺക്രീറ്റ് പൂർത്തിയാവും. ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാൽ അത് ഉണങ്ങി സെറ്റായാൽ നമുക്ക് ആ ഒരു ഫെബ്രുവരി 2 തന്നെ പാലം തുറന്നു കൊടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടുണ്ട്. അതിന്റെ മുന്നേ തന്നെ തുറന്നു കൊടുക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. പാലം അടച്ചിട്ടതിനെ തുടർന്ന് തിരുവേപ്പുറ ഭാഗത്തെ അനധികൃതമായ പാർക്കിംഗ് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി വേണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ പാലം തുറന്നു കൊടുക്കാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി കേശവൻ സൂചിപ്പിച്ചു. വർക്കിലാണ് കോൺട്രാക്ടറും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഓവർസിയറൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നടക്കും. ഇതിൽ കഞ്ചക്ഷന് വേറൊരു പ്രശ്നം എന്താ വെച്ചാല് വണ്ടികളുടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മള് പോലീസുമായി ബന്ധപ്പെട്ടതിന്റെ കാര്യം സംസാരിച്ചതാണ്. അതിനൊരു പരിഹാരം ആവണില്ല. അതാണ് ഇപ്പൊ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണം ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, വണ്ടികള് വാഹനങ്ങൾ പാർക്ക് ചെയ്യൽ യാതൊരു ഒരു 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 അച്ചടക്കമില്ലാത്ത വിധത്തിലാണ് വാഹനങ്ങളുടെ ഒരു പാർക്കിങ്. നമ്മള് വ്യക്തിപരമായിട്ടും പറഞ്ഞു, പഞ്ചായത്തിന്റെ ഒരു അധികാര പരിധിയിൽ നിന്നോട്ടുള്ള പറയാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളുന്ന ഒരു അവസ്ഥയിലല്ല വാഹന ഉടമകള്. അപ്പൊ അതിനൊരു പരിഹാരം കൂടി കണ്ടാൽ ഈ 10-20 ദിവസം ഒരു ബുദ്ധിമുട്ടുള്ളൂ. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം, ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം, അതുപോലെ തന്നെ വാഹന ഉടമകളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം. അപ്പൊ ബൈക്കൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നത് തലങ്ങും പാർക്ക് ചെയ്ത് പോവുകയാണ്. അവരാണ് നിർത്തിയാണ് പോവുക എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പൊ ബസ്സുകള് ഒരു ബസ്സിന് ഇട്ടാൽ അതിന്റെ ഇടയിൽ കൂടെ വേറെ ബസ് കൂടി കയറ്റി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് ഇപ്പൊ നമുക്ക് പറയുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ഹാജറ, ബിജു നൈസ്, സലീമ, സുലൈഖ, ബുഷ്റ ഇക്ബാൽ, മുനീർ, ധന്യ ഷാജി എന്നിവരും ജനപ്രതിനിധികളുടെ സംഘത്തിലുണ്ടായിരുന്നു. പാലം അടച്ചിട്ടതിനെ തുടർന്ന് പാലത്തിന് സമീപത്തെ റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം. അലക്ഷ്യമായുള്ള പാർക്കിങ്ങും പ്രദേശവാസികൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനും പരിഹാരം കാണണമെന്നാണ് ആവശ്യം.